നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഏറെ ഞെട്ടിയ വാർത്തയാണ്. നേപ്പാളിൽ മഴയൊന്നും തന്നെ ഇല്ലാതെ നടന്ന ആ വലിയ മിന്നൽ പ്രളയം. പാലങ്ങൾ ഒരു ഒരു പേപ്പർ കൊട്ടാരം പോലെ, അല്ലെങ്കിൽ ചീട്ട് കൊട്ടാരം പോലെ ഒന്ന് തട്ടിയപ്പോൾ പോകുന്ന പോലെയാണ് പാലങ്ങൾ നിരവധിയായി ആ ശക്തമായ പ്രളയവെള്ളം എടുത്തുകൊണ്ടുപോയത്. എന്തായാലും നേപ്പാൾ അതിർത്തിയിൽ ഉണ്ടായ അതിദാരുണമായ പ്രളയത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഇപ്പോൾ ഇതാ മനസ്സിലാവുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നേപ്പാളിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഭൂചലനത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രളയം അവിടെ ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഭൂചലനമല്ല, മറിച്ച് അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ഹിമാലയൻ സമിതി പരിശോധന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തുടക്കത്തിൽ ശക്തമായ ഭൂകമ്പമാണ് ദുരിതത്തിന് വഴിവെച്ചതെന്ന് കരുതിയെങ്കിലും അതിതീവ്രമായ ഹിമപാറ വീഴ്ചയാണ് നാശത്തിന് തുടക്കമിട്ടതെന്ന് ഈ സയന്റിഫിക് ഡേറ്റ വ്യക്തമാക്കുന്നു. ടിബറ്റൻ അതിർത്തിയിലെ ഉയർന്ന മലനിരകളിൽ നിന്ന് കൂറ്റൻ ഹിമപാളി തകർന്ന് ഈ ലേന്ദേഘോല നദിയിലേക്ക് പതിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ടൺ തൂക്കമുള്ള മഞ്ഞും കൂറ്റൻ പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണ് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഭീകരമായ ഒരു താൽക്കാലിക സ്വാഭാവിക തടയണ രൂപപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിൽ വൻതോതിൽ ജലം കെട്ടിക്കിടന്നു. അങ്ങനെ സമ്മർദ്ദം താങ്ങാനാവാതെ മിനിറ്റുകൾക്കുള്ളിൽ ഈ തടയണ തകർന്നതോടുകൂടിയാണ് അണക്കെട്ട് പൊട്ടിയതിന് സമാനമായ അവസ്ഥ രൂപപ്പെട്ടത്. മിനിറ്റിൽ 9 മീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നാണ് ഭോട്ടെ കോസി അതുപോലെ തന്നെ തൃശൂലി നദികളിലേക്ക് പ്രളയം ഇരച്ചു കയറിയത്. ഭൗമശാസ്ത്ര കേന്ദ്രങ്ങളിലെ സീസ്മോഗ്രാഫിക് ഭൂകമ്പത്തിന് സമാനമായ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ കാരണം ഈ മലയിടിച്ചിലിന്റെ ആഘാതമായിരുന്നു. എന്നാൽ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ലെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. നദിയുടെ മുകൾ തട്ടിൽ ഇനിയും കൂറ്റൻ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ഇവ വീണ്ടും ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ രണ്ടാമതൊരു മിന്നൽ പ്രളയം കൂടി ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇതേ തുടർന്ന് നദീതീരങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് പൂർണ്ണമായും ഒഴിഞ്ഞ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന ഹിമാലയൻ തടാകങ്ങളിലെ ജലനിരപ്പ് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. പല തടാകങ്ങളും കരകവിയുന്ന നിലയിലാണ്. പെട്ടെന്നുണ്ടായ ഈ ഉരുൾപൊട്ടൽ മേഖലയിലെ ഈ സസ്യജാലകങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും നികത്താനാവാത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപൂർവ ഇനം ജീവികളുടെ ആവാസ വ്യവസ്ഥ തകർന്നു. ഹിമാലയത്തിലെ ദുർബലമായ പാറക്കെട്ടുകൾ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. മഴ തുടരുന്നത് ഈ ഭീഷണി വർദ്ധിപ്പിക്കുന്നു. നദിയിൽ അടിഞ്ഞുകൂടിയ ചെളിയുടെ അളവ് മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്നതാണ് പ്രളയത്തിന്റെ ആഘാതം കൂട്ടിയത്. ജലത്തിന്റെ ഒഴുക്കിന് ഭാരം കൂട്ടിയത് കെട്ടിടങ്ങൾ എളുപ്പത്തിൽ തകരാൻ കാരണമായി. അന്താരാഷ്ട്ര ഗവേഷകരുടെ ഒരു സംഘം ദുരിതത്തിന്റെ കൃത്യമായ ആഘാതം പഠിക്കാൻ കാഠ്മണ്ഡുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ സാറ്റലൈറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരമൊരു ദുരിതത്തിലേക്ക് നയിച്ചതെന്ന പഠനം അടിവരയിടുന്നു. ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഹിമാലയൻ രാജ്യങ്ങൾ സംയുക്തമായി മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കാമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. ഇത് ജീവഹാനി കുറയ്ക്കാൻ സഹായിക്കും. താഴ്വരകളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ഇനിയൊരു ദുരന്തമുണ്ടായാൽ എങ്ങോട്ട് മാറണം എന്നതിനെ കുറിച്ച് അടിയന്തര ബോധവൽക്കരണം നൽകാൻ പ്രാദേശിക ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ഹിമാലയൻ താഴ്വാരങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വടക്കൻ നേപ്പാളിൽ അനുഭവപ്പെടുന്ന അനിയന്ത്രിതമായ താപനില വർധനവാണ് ഹിമപാളികളിൽ തകരാൻ പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കട്ടി കുറയുന്ന ഹിമാനികൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഉള്ളത്. പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന മനുഷ്യന്റെ ഇടപെടലുകളാണ് ദുരിതത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന വിമർശനവും ശക്തമാണ്. നദീതടങ്ങളിലെ അനിയന്ത്രിതമായ കയ്യേറ്റങ്ങളും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള റോഡ് പാലം നിർമ്മാണങ്ങളും ദുരിതത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. പ്രളയജലത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ വഴിയില്ലാതായതോടുകൂടി വെള്ളം ജനവാസ മേഖലകളിൽ ഇരച്ചു കയറുകയായിരുന്നു. വരും വർഷങ്ങളിൽ ഹിമാലയൻ മേഖലകളിൽ സമാനമായ അപകടങ്ങൾ വർദ്ധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ മുന്നറിയിപ്പ്. നദികൾക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന വൻകിട പദ്ധതികൾ പുനർപരിശോധിക്കാമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഹിമാലയൻ പരിസ്ഥിതി വ്യവസ്ഥയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചെങ്കിൽ വലിയൊരു ദുരന്ത പരമ്പരയ്ക്കായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുക. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഭൗമശാസ്ത്ര മന്ത്രാലയവും സംയുക്തമായി നേപ്പാളിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഹിമാലയൻ നദികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ ഗംഗാ സമതലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തിയ കൂറ്റൻ നിർമ്മാണങ്ങളാണ് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചത്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് മലകൾ തുറന്ന മണ്ണിന്റെ ഉറപ്പിനെ ബാധിച്ചു. ഹിമാലയൻ മേഖലയിൽ ടൂറിസം വർദ്ധിച്ചതും മാലിന്യങ്ങൾ തള്ളുന്നതും പരിസ്ഥിതി നാശത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. താപനില പ്രാദേശികമായി ഉയരാൻ ഇതും കാരണമായിട്ടുണ്ട്.
വനനശീകരണവും അനിയന്ത്രിതമായ ക്വാറി പ്രവർത്തനങ്ങളും മലനിരകളുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ തകർത്തു. നിസ്സാരമായ മഴയിൽ പോലും വലിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു. നദീതീരങ്ങളിലെ പെട്ടെന്നുള്ള നഗരവൽക്കരണം വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. ഇത് വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് നേപ്പാൾ സർക്കാരിനോട് ശാസ്ത്രജ്ഞർ ആവശ്യപ്പെട്ടു. വടക്കൻ നേപ്പാളിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്ന വാദവും ശക്തമാകുന്നുണ്ട്. ഇവിടെ വൻകിട പദ്ധതികൾ നിരോധിക്കണം. ആഗോളതലത്തിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാതെ ഹിമാനികളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നു. സമഗ്രമായ പരിസ്ഥിതി പുനരുദ്ധാരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അയൽരാജ്യങ്ങളുടെ സഹായവും നേപ്പാൾ തേടുന്നുണ്ട്. മഴ പെയ്യാത്തതാണ് നേപ്പാളിലെ റസൂവ ജില്ലയിൽ ബോട്ടെ, കൗശി, തൃശൂലി നദികൾ കരകവിഞ്ഞൊഴുകിയത്. നിമിഷങ്ങൾക്കകം വ്യാപാര പാതകളും അണക്കെട്ടുകളും തകർന്നു. ആകാശത്ത് കരിമേഘങ്ങളോ താഴ്വാരങ്ങളിൽ പേമാരിയോ ഇല്ലാതെ മലനിരകളിൽ നിന്ന് ഇരച്ചെത്തിയ കൂറ്റൽ മലവെള്ളപ്പാച്ചിലിന് പിന്നിൽ ഗ്ലോഫ് അഥവാ ഹിമതടാക വിസ്ഫോടനമാണ് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. എന്താണ് ഈ ഗ്ലോഫ് എന്ന് നോക്കാം. ഉയർന്ന മലനിരകളിലെ ഹിമാനികൾ ഉരുകുമ്പോൾ ഒലിച്ചുവരുന്ന മണ്ണും പാറക്കല്ലുകളും അടിഞ്ഞുകൂടി സ്വാഭാവിക തടയണകൾ രൂപപ്പെടാറുണ്ട്. ഈ തടയണകളിൽ ജലം കെട്ടിക്കിടന്ന കാലക്രമേണ വലിയ തടാകങ്ങളായി മാറുന്നു. ഇവയാണ് ഹിമതടാകങ്ങൾ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഡാമുകളെ പോലെ ഉറപ്പുള്ളതല്ല മണ്ണും കല്ലും മഞ്ഞും ചേർന്നുള്ള ഈ പ്രകൃതിദത്ത തിട്ടകൾ. ആഗോളതാപനം മൂലം മഞ്ഞുരുകൽ ശക്തമാകുമ്പോൾ തടാകങ്ങളിലെ ജലനിരപ്പ് അപകടകരമായ അളവിൽ ഉയരും. ഭൂചലനമോ വലിയ ഹിമപാതമോ ഉണ്ടാകുമ്പോൾ ഈ സ്വാഭാവിക ഭിത്തികൾ തകരുന്നു. എല്ലാം അപ്രതീക്ഷിതമായത് ഒറ്റ നിമിഷം കൊണ്ടാണ്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഈ സമയം പരിസരത്ത് ഒരിടത്തും മഴ പെയ്തിരുന്നില്ല. ചൈനയുമായുള്ള നേപ്പാളിന്റെ പ്രധാന വ്യാപാര പാതയായ റസുവ ഘട്ടി, അതിർത്തി കേന്ദ്രം ടിമൂറെ, അതുപോലെ തന്നെ സ്യാഫ്രു ബെസി, അതുപോലെ തന്നെ ബെത്രാവാദി തുടങ്ങിയ പ്രദേശങ്ങൾ നിമിഷങ്ങൾക്കകം വെള്ളത്തിനടിയിലായി. 111 മെഗാവാട്ടിന്റെ റസുവഗഡി പദ്ധതി, ചിലിമെ തൃശൂലി 3A ഉൾപ്പെടെ പദ്ധതിയിലധികം ജലവൈദ്യുത പദ്ധതികൾ തകരുകയോ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കേണ്ട അവസ്ഥയോ വന്നിരുന്നു. റസുവയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 5200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് ദുരിതത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഹിമപാതത്തിൽ നദീതടം പൂർണ്ണമായി തടഞ്ഞു പോവുകയോ തുടർന്ന് അവിടെ രൂപപ്പെട്ട കൂറ്റൻ ജലസംഭരണി പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴിയുകയോ ആയിരുന്നു എന്നാണ് കാഠ്മണ്ഡു സർവകലാശാലയിലെ പരിസ്ഥിതി ഗവേഷകർ പ്രൊഫസർ റിജൻ ഭക്ത പറഞ്ഞതായി കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിരവധി ആളുകളെ 750-ലധികം ആളുകളെ കാണാനില്ല. 150-ലധികം പേരുടെ മരണസംഖ്യയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്.